ഹായ് ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 4 മണി പലഹാരത്തിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് വെറും കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കിഴങ്ങിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു 4 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടണം. നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചാൽ പൊടിയുന്ന രൂപത്തിൽ കിട്ടണം നമുക്ക്. അപ്പോൾ അതിനായിട്ട് തന്നെ ഒരു 4 പ്രാവശ്യം കിഴങ്ങ് കട്ട് ചെയ്ത ശേഷം കഴുകി എടുത്തിട്ടുണ്ട്, അതിൻ്റെ പശയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് തന്നെ. എന്നിട്ട് ഇതുപോലുള്ള ഒരു പാത്രത്തിൽ, കുക്കറിൽ വേവിച്ചെടുക്കാൻ പറ്റില്ല. കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തന്നെ മല്ലിയിലയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും വെളുത്തുള്ളിയും നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെ കൈകൊണ്ട് തൊട്ടാൽ തന്നെ പൊടിയുന്ന രൂപത്തിൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം കേട്ടോ. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടോ കേട്ടോ കിഴങ്ങ്. ഇനി ചൂടാറിയ ശേഷം നമുക്ക് ധൃതി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലൊരു അരിപ്പയിൽ ഒഴിച്ച് വെക്കാം. വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഉടഞ്ഞ് പോകുന്ന വിധത്തിൽ കിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പയിൽ കുറച്ച് നേരം അങ്ങനെ വെള്ളമൊക്കെ വാർക്കാൻ വേണ്ടിയിട്ട് തന്നെ വെക്കണം. എങ്കിലേ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നാക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ. വെറും കിഴങ്ങ് മാത്രം വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പം നമ്മുടെ ഒരു കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ നിങ്ങൾ ഒരു 2 സ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കിഴങ്ങിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ടൈറ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളുടെ ഒരു മാവ് ടൈറ്റ് ആകുന്നത് വരെ ഈ ഒരു കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയാകും. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഈ ഒരു സമയത്ത് തന്നെ ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാൻ ആദ്യം തന്നെ വെള്ളത്തിൽ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കും. ഒരു 4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കിഴങ്ങ് നന്നായിട്ട് തന്നെ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് തന്നെ ഇതിൽ നിന്ന് പോയി കിട്ടിയാൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നാക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കിഴങ്ങ് നന്നായിട്ട് തന്നെ കഴുകി അതിലെ വെള്ളം നന്നായിട്ട് വാർത്ത് വെച്ചാൽ നമുക്ക് അടിപൊളി സ്നാക്കായിട്ട് തന്നെ കിട്ടും. ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ആദ്യം ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മുടെ മാവ് ലൂസാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചായക്കടി തന്നെയാണിത്. അപ്പോൾ ഞാൻ 2 എണ്ണം വടയുടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നമുക്കിതുപോലെ ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓരോരോ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്, പല രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഷേപ്പ് നിങ്ങൾക്ക് ആക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക്. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു കിഴങ്ങിൻ്റെ റെസിപ്പി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മക്കളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി വളരെ ടേസ്റ്റിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു കിഴങ്ങ് കൊണ്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. സോസിൻ്റെ കൂടെയും മയോണൈസിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കിടിലൻ ചായക്കടിൻ്റെ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഞാനിതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്താണ് മറിച്ചിട്ട് കൊടുക്കാവൂ. ഇട്ട ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കാൻ പാടില്ല, പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് തന്നെ വെന്ത് വന്നതിന് ശേഷം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പൊങ്ങി വരുന്നുണ്ടോ, ഉള്ളൊക്കെ സോഫ്റ്റ് ആയിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്.
വെറും കിഴങ്ങ് മാത്രം മതി ഈ ഒരു ചായക്കടി തയ്യാറാക്കാനായിട്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്